കാണുന്നതും കേൾക്കുന്നതും കണ്ണ് തുറന്നു പിടിച്ചാൽ അല്ല ചെവി തുറന്നു വെച്ചാൽ ജീവിതത്തിൽ എന്തെല്ലാം വിഷയങ്ങൾ നമ്മൾ ഡെയിലി കാണുകയും കേൾക്കുകയും ചെയ്യുന്നു. പലപ്പോഴും പ്രതികരിക്കാൻ തോന്നും, സംസാരിക്കാൻ തോന്നും, വിഷമം വരും, മനസ്സ് പിടയും. അങ്ങനെ എത്രയോ വിഷയങ്ങൾ നമ്മുടെ മുമ്പിലോട്ട് പോവുകയാണ്. അപ്പോൾ അത്തരം വിഷയങ്ങൾ സാധാരണഗതി ഞാൻ സംസാരിക്കുന്നത് ചിലരെങ്കിലും കണ്ടിട്ടുണ്ടാവും. വളരെ അഗ്രസീവായി, അല്ലെ വളരെ ഷാർപ്പായി, ചുരുങ്ങിയ സമയത്തിനകത്ത് ഭയങ്കര സ്പീഡിൽ സംസാരിക്കുന്ന ഒരു വിനോദനെയാണ് പലപ്പോഴും പലരും കണ്ടിട്ടുള്ളത്. പക്ഷേ എൻ്റെ സ്വകാര്യ ഇടത്തിൽ ഞാൻ അത്തരത്തിൽ അഗ്രസീവായി മാത്രം പെരുമാറുന്ന ഒരാളല്ല. വളരെ സിമ്പിളായിട്ട് ലൈഫിനെ എടുക്കുകയും വളരെ സിമ്പിളായി സംസാരിച്ച് പോവുകയും ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ എന്ത് ചെയ്യാം, സോഷ്യൽ മീഡിയയിൽ ഞാൻ അങ്ങനെ ആയിപ്പോയി. അപ്പോഴാണ് എന്നിലേക്ക് വേർഡ് ടു വേൾഡ് എന്ന ടെലിവിഷൻ കടന്നു വരുന്നതും കാണുന്നതും കേൾക്കുന്നതും വിനോദം വളരെ സിമ്പിളായി, വളരെ ലൈറ്റായി, വളരെ കൂളായി സംസാരിക്കാൻ പറ്റുമോ എന്നോട് ചോദിക്കുന്നത്. അപ്പം ഞാനൊന്ന് ശ്രമിക്കുകയാണ് അങ്ങനെ ഒരു വിനോദനെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന്. എൻ്റെ പ്രിയപ്പെട്ട വേർഡ് ടു വേൾഡിൻ്റെ പ്രേക്ഷകർക്ക് ഈ പ്രോഗ്രാമിൻ്റെ ആദ്യ എപ്പിസോഡിലേക്ക് സ്നേഹത്തോടെയുള്ള സ്വാഗതം ഞാൻ നേരുകയാണ്. പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ ഒരുപാട് വിഷയങ്ങളിൽ എപ്പോഴെങ്കിലുമൊക്കെ നിയമങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ സാധാരണ മനുഷ്യർക്ക് നിയമവുമായി ബന്ധപ്പെട്ട് ഒരു പിടുത്തവും ഇല്ല, ഒരു വിഷയത്തിൽ ഒരു പിടുത്തവും ഇല്ല. ഇപ്പോൾ വാഹന സംബന്ധമായ വിഷയങ്ങൾ, നമ്മൾ വാഹനം എടുക്കുന്നു, ഓടിക്കുന്നു, അതിൻ്റെ മറ്റെല്ലാ കാര്യങ്ങളും നോക്കും. പക്ഷെ പെട്ടെന്ന് നമ്മളൊരു ആക്സിഡൻറ്റിൽ പെട്ട് റോഡിലായി കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്താണ്? പോലീസ് വന്നാൽ എന്ത് പറയണം? അല്ലെങ്കിൽ ആ ആക്സിഡൻറ്റിൽ എന്ത് കേസ് എനിക്കെതിരെ വരാം? അറിയില്ല. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട, വാഹനത്തിനേക്കാളൊക്കെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് വിവാഹം. ആ വിവാഹ സംബന്ധമായി നമ്മൾ കല്യാണം കഴിക്കും, കുടുംബജീവിതം വളരെ മനോഹരമായിട്ട് കൊണ്ടുപോകും. പക്ഷേ പ്രശ്നങ്ങളൊക്കെ സംഭവിക്കാറുണ്ട്. കഴിഞ്ഞ കുറേ നാളുകൾ നമ്മൾ പരിശോധിച്ചാൽ വിവാഹ സംബന്ധമായ ഒരുപാട് കേസുകൾ, പ്രത്യേകിച്ച് ആത്മഹത്യകൾ പെരുകുന്നുണ്ട്. അപ്പോൾ ഇതൊരു നിയമത്തിൻ്റെ വശത്തിലൂടെ കാണാനാണ് ഞാൻ ഈ ഫസ്റ്റ് എപ്പിസോഡിൽ ശ്രമിക്കുന്നത്. ഇപ്പോൾ ഞാൻ എൻ്റെ കുട്ടിക്കാലത്തെ പറ്റി ചിന്തിക്കുകയാണെങ്കിൽ എൻ്റെ വായന സ്റ്റാർട്ട് ചെയ്യുന്നത് പോലും വല്യമ്മച്ചിയുടെ കൂടെയാണ് ഞാൻ വളരുന്നത്. അപ്പയും അമ്മയും അധ്യാപകരാണ്, അവർ മറ്റൊരു സ്ഥലത്താണ്. അപ്പോൾ കുട്ടിക്കാലത്തെ ഈ വായനാശീലം തുടങ്ങി വെക്കുന്നത് പോലും വല്യമ്മച്ചി കടയിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ, ഇന്ന് നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോയി പ്ലാസ്റ്റിക് കവറിലെല്ലാം പാക്ക് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു കുട്ടിക്കാലമല്ല എൻ്റേത്. നമ്മളൊരു കടയിലേക്ക് പോയിട്ട് ഓരോ സാധനങ്ങൾ പറയുന്നു, അത് പേപ്പറുകളിൽ പൊതിഞ്ഞ് ചണം കൊണ്ട് കെട്ടി വലിയ പാക്കറ്റുകളാക്കുന്നു, അതൊരു വലിയ ചാക്കിനകത്താക്കുന്നു, ഓട്ടോറിക്ഷയിൽ അത് വീട്ടിൽ കൊണ്ടുവരുന്നു. വീട്ടിൽ കൊണ്ടുവന്നതിന് ശേഷം അതെല്ലാം ഓരോ പാക്കറ്റിൽ നിറയ്ക്കുകയാണ്. അതൊരു വലിയ കലാപരിപാടിയാണ്. ആഴ്ചയിൽ ഇങ്ങനെ പോയി തിരിച്ചു വരിക എന്ന് പറയുന്നത്. നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ അമ്മച്ചി വാങ്ങിച്ചു തരും. അപ്പോൾ ആ സമയത്ത് ഈ പൊതിഞ്ഞ പേപ്പറുകൾ പുറത്തേക്ക് ഇടുമ്പോൾ ആ തുണ്ട് പേപ്പറുകൾ വായിച്ചാണ് വായനാശീലം തുടങ്ങുന്നത്. അതിനുശേഷമാണ് പിന്നീട് പുസ്തകങ്ങളൊക്കെ വായിച്ചു തുടങ്ങുന്നത്. അപ്പോൾ അന്ന് മുതൽ എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ കണക്ട് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട, പല വേദികളിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ട്, കണ്ട ഒരു കാര്യമാണ്, അന്നത്തെ കാര്യമാണ് ഈ വിവാഹ സംബന്ധമായ ക്രൈമുകളുടെ എണ്ണം. അപ്പം ഞാൻ അന്ന് ശ്രദ്ധിക്കുമ്പം പ്രധാനപ്പെട്ട ഒരു വാർത്ത, പണ്ട് എൻ്റെ മനസ്സിൽ ഉടക്കിയിരുന്ന ഒരു വാർത്തയാണ്, ഗ്യാസ് സ്റ്റൗ പൊട്ടിത്തെറിച്ച് മരുമകൾ മരിച്ചു. സാധാരണഗതിയിൽ കാണുന്നൊരു വാർത്തയാണ്. ഒരു 90-95 കാലഘട്ടമാണ് ഞാനീ പറയുന്നത്. ഗ്യാസ് സ്റ്റൗ പൊട്ടിത്തെറിച്ച് മരുമകൾ മരിച്ചു. പക്ഷേ എൻ്റെ വാർത്തകളിലോ എൻ്റെ വായനയുടെ പരിസരത്തോ ഒന്നും ഒരു ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചും അമ്മായിയമ്മ മരിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല. എല്ലാ ഗ്യാസ് സിലിണ്ടർ പൊട്ടുമ്പോഴും മരുമകളാണ് മരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ സിലിണ്ടറിന് മരുമകളോട് ഇത്രയും ദേഷ്യവും അല്ലെങ്കിൽ അമ്മായിയമ്മയോട് ഇത്രയും സ്നേഹവും എന്ന് അറിയില്ല. പിന്നീട് വക്കീലായിട്ട് വന്നപ്പോഴാണ് മനസ്സിലായത്, ഈ സ്ത്രീധന സമ്പ്രദായത്തിൽ പ്രത്യേകിച്ച് പെൺകുട്ടികൾ വിവാഹം കഴിച്ച ഭർത്തൃ വീട്ടിലെത്തി കഴിയുമ്പോൾ അവിടെ സ്ത്രീധനം ആവശ്യപ്പെട്ട് പ്രശ്നങ്ങളുണ്ടാവും, ഭർത്തൃ വീട്ടുകാർ പീഡിപ്പിക്കും. അവസാനം ഇവളെ കൊല്ലാൻ ഏറ്റവും നല്ല പ്രധാനപ്പെട്ട മാർഗ്ഗം, അന്ന് ഗ്യാസ് സ്റ്റൗ ഒക്കെ വന്ന കാലമാണ്. അപ്പോൾ വീടുകളിൽ തുറന്നു വെക്കും, പൊട്ടിത്തെറിക്കുന്ന സാഹചര്യമായിരുന്നു. പിന്നീട് അതെങ്ങനെ നിന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത് 498A എന്ന് പറയുന്ന ഒരു നിയമം IPCയിൽ അമെൻഡ് ചെയ്ത് കൊണ്ടുവന്നു. അതായത് രാജ്യത്താകമാനം ഇങ്ങനെ പെൺകുട്ടികൾ ഭർത്തൃ വീട്ടിൽ ഗ്യാസ് പൊട്ടിത്തെറിച്ചൊക്കെ മരിക്കുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ പാർലമെൻറ്റിൽ ഒരു ചർച്ച വരികയും അങ്ങനെ IPCയിലെ 498A എന്ന് പറയുന്ന ഒരു നിയമം അമെൻഡ് ചെയ്ത് കൊണ്ടുവരികയും ചെയ്തു. ആ 498ൽ പറയുന്ന കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ: ഒരു പെൺകുട്ടി ഭർത്തൃ വീട്ടിൽ ഭർത്താവിനാലോ ഭർത്താവിൻ്റെ ബന്ധുക്കളാലോ സുഹൃത്തുക്കളാലോ സ്ത്രീധന സംബന്ധമായി പീഡിപ്പിച്ചാൽ നോൺ ബെയിലബിൾ ഒഫൻസിൽ അവരകത്തു പോകും. സത്യത്തിൽ അതോടുകൂടി കേരളത്തിലെ ഒരു പരിധിവരെ ഇന്ത്യയിലെ ഈ ഗ്യാസ് സ്റ്റൗ പൊട്ടിത്തെറിക്കുന്ന കലാപരിപാടി നിന്നു എന്ന് മനസ്സിലാക്കുന്ന ഒരാളാണ് ഞാൻ. ഇതാണ് നിയമത്തിൻ്റെ ഒരു ഇമ്പാക്റ്റ്. ഒരു നിയമം മൂലം പെൺകുട്ടികൾ ജീവിതം രക്ഷപ്പെട്ട ഒരു നിയമത്തെപ്പറ്റി ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇപ്പം നമ്മൾ മറ്റു കാര്യം ചിന്തിക്കുകയാണെങ്കിൽ, എന്തുകൊണ്ട് ഈ സ്ത്രീധന സംബന്ധമായ പ്രശ്നങ്ങൾ, കുട്ടികളുടെ ആത്മഹത്യ എന്ന് പറയുമ്പോൾ അതിന് നമ്മളുടെ ഒരു കസ്റ്റം, അല്ലെങ്കിൽ നമ്മൾ കുറേ കാലങ്ങളായി അനുവർത്തിച്ചു പോരുന്ന കുറേ കസ്റ്റം അതിൻ്റെ ഭാഗമായിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ കുട്ടിക്കാലത്ത് ഇപ്പം ഞാൻ, എൻ്റെ ചേട്ടൻ, എൻ്റെ പെങ്ങൾ, ചേട്ടനും ഞാനും തമ്മിൽ 1.5 വയസ്സ് വ്യത്യാസമേ ഉള്ളൂ. പക്ഷേ എൻ്റെ സഹോദരിയും ഞാനും തമ്മിൽ 5-6 വയസ്സ് വ്യത്യാസമുണ്ട്. അപ്പോൾ അന്ന്
ഞങ്ങൾ വീടുകളിൽ പ്രത്യേകിച്ച് നമുക്കറിയാമല്ലോ, സെക്കൻഡ് സാറ്റർഡേ ഒക്കെയാണ് അന്ന് ടെലിവിഷൻ കാണാൻ കിട്ടുന്ന ഒരു അവസരം. അവധി ദിവസം, പിറ്റേ ദിവസം അവധിയാണെങ്കിൽ നമുക്ക് രാത്രിയിൽ ഒരു ഹിന്ദി സിനിമയെ കാണാനുള്ള അവസരം വീട്ടിൽ തരും. പിറ്റേ ദിവസം രാവിലെ നമ്മളൊരു 10 മണിയാവുമ്പം പോലും എഴുന്നേക്കാൻ ശ്രമിക്കാതിരിക്കുമ്പോൾ അമ്മമാർ വന്ന് പറയുന്ന ഒരു പെൺകുട്ടികളോട് മാത്രം പറയുന്ന ഒരു ഡയലോഗുണ്ട്, ഒരു വർത്തമാനമുണ്ട്. ഒരു പക്ഷേ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് കേൾക്കുന്ന ചേച്ചിമാർ അല്ലെ ആൻറ്റിമാർ അല്ലെ പെൺകുട്ടികൾ എപ്പോഴും വീടുകളിൽ കേൾക്കുന്ന, പ്രത്യേകിച്ച് സഹോദരങ്ങൾ, ആൺകുട്ടികൾ സഹോദരങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ ബ്രദേഴ്സായിട്ടുള്ള പെൺകുട്ടികൾ വീട്ടിൽ കേൾക്കുന്ന, അമ്മയിൽ നിന്ന് കേൾക്കുന്ന ഒരു സ്ഥിരം ക്ലീഷേ സാധനമുണ്ട്. അതായത് ആൺകുട്ടികൾ കൂടുതൽ സമയം കിടന്നുറങ്ങുകയും പെൺകുട്ടികൾ ആ സമയത്ത് ഉറങ്ങുകയും ചെയ്യുമ്പോൾ അമ്മ വന്ന് പെൺകുട്ടികളോട് മാത്രം പറയുന്നൊരു വർത്തമാനമുണ്ട്. ഒരുപക്ഷെ നിങ്ങളത് മനസ്സിലായി കാണും. എന്തായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എല്ലാ വീടുകളിലും പെൺകുട്ടിയോട് പറയും, എടി നേരത്തെ എഴുന്നേക്ക്, ഇങ്ങനെ കിടന്ന് ഉറങ്ങാൻ പാടില്ല, നീ അന്യ വീട്ടിൽ പോകേണ്ട ഒരു പെൺകുട്ടിയാണ്. ഇതെല്ലാ പെൺകുട്ടികളും, ഇത് കേൾക്കുന്ന അമ്മമാർ, ആൻറ്റിമാർ, ചേച്ചിമാർ, ഇപ്പം നിങ്ങളുടെ മക്കളോട്, നിങ്ങളുടെ അമ്മായിമ്മ പറഞ്ഞത് അല്ലെ അമ്മ പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ മക്കളോട് പറയുന്നുണ്ട്. വല്ല വീട്ടിലും പോകേണ്ട പെൺകുട്ടിയാണ്. സത്യത്തിൽ നമ്മുടെ ഒരു സാഹചര്യം അനുസരിച്ച് വിവാഹം എന്ന് പറയുന്നത് പെൺകുട്ടിയെ കല്യാണം കഴിപ്പിച്ച് വിടുക, ഈ കെട്ടിച്ച് വിടുക എന്ന് പറയുന്ന പദം പോലും അതത്ര നല്ല മനോഹര പദമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കെട്ടിച്ച് വിടുകയാണ്. ഈ കെട്ടിച്ചൊരുമിപ്പിക്കുക അല്ലെ മകനും മകളും ഒരുമിക്കുക എന്നുള്ള സെൻറ്റൻസിനപ്പുറത്തേക്ക് കെട്ടിച്ചവളെ വിടുകയാണ്. നമ്മൾ ജയ ജയ ഹേ സിനിമ എന്ന് പറയുന്ന സിനിമ എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ്. ആ സിനിമയിലൊരു രസകരമായ ഒരു സീനുണ്ട്. ആ കുട്ടി കല്യാണം കഴിച്ചിട്ട് അവൾ അച്ഛനെ കെട്ടിപ്പിടിക്കുന്നു, കരയുന്നു. അതിനുശേഷം അവൾ കാറിൽ കയറി പോകുമ്പോൾ എല്ലാവരും അവളെ ഇങ്ങനെ യാത്രയാക്കണം. അപ്പോൾ അവൾ തന്നെ ചിന്തിക്കുകയാണ്, എന്താണ് സാധനം, എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടുകയാണോ? അത് പറയുമ്പോൾ എൻ്റെ കുട്ടിക്കാലത്ത് ഞങ്ങളുടെ വീട്ടിൽ പശുക്കളൊക്കെ ഉണ്ട്. അപ്പോൾ പശു മച്ചിയാവുക എന്നാണ്, അല്ലെങ്കിൽ പ്രസവം നിർത്തുക, അല്ലെങ്കിൽ പശുവിൻ്റെ കറവ് പറ്റുക എന്നൊക്കെ പറയുന്ന സാഹചര്യം വരുമ്പോൾ ഈ പശുവിനെ അപ്പച്ചൻ കൊടുക്കും, വിൽക്കും. അപ്പം നമ്മൾ കുഞ്ഞുങ്ങളാണ്, പശുവായിട്ടൊക്കെ വലിയ അറ്റാച്ച്മെൻറ്റ് നമുക്കുണ്ട്. അപ്പോൾ ഈ പശുവിനെ കൊണ്ടുപോകാൻ വരുന്ന ആൾ ഇതിനെ ഇറച്ചിക്കാണ് കൊണ്ടുപോകുന്നത്, നമുക്കറിയില്ല. അപ്പോൾ പശു നമ്മളുടെ അടുത്തുനിന്ന് പോകുന്നത്, കാരണം അത്രയും അറ്റാച്ച്മെൻ്റ് ഉണ്ട്. പശുവിനറിയാം ഇന്ന് എൻ്റെ അവസാനത്തെ ദിവസമാണ് ഈ വീട്ടിൽ, അതുകൊണ്ട് ഇന്ന് വേറെ ആൾ ഇതിനെ കൊണ്ടുവന്ന് പശുവിന് നല്ല ബോധ്യമുണ്ട്. പശുവിനെ വലിക്കുമ്പോൾ ഈ പശുക്കൾ പോകത്തില്ല, അതിങ്ങനെ ഭയങ്കര ബലം പ്രതിരോധിച്ച് നിൽക്കും. അപ്പം എന്ന് പറയുന്നത് വലിച്ചുകൊണ്ട് അതിനെ പോവുകയാണ് എന്ന് പറയുന്ന പോലെയാണ് ഈ പെൺകുട്ടികളെ അവളുടെ ജീവിതത്തിൻ്റെ എല്ലാ പരിസരത്തു നിന്നും പറിച്ചെടുത്ത് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നത്. ഈ വർത്തമാനമാണ് കുട്ടിക്കാലം മുതൽ പെൺകുട്ടികൾ കേൾക്കുന്നത്. ഈ വല്ല വീട്ടിലും പോകാനുള്ള കുട്ടികളാണ്. ഇനി വല്ല വീട്ടിൽ ചെന്നാൽ എന്താ അവസ്ഥ നമ്മൾ കണ്ടിട്ടുണ്ട് സീരിയലിലൊക്കെ. ഞാൻ ഇന്ന് വരെ ഒരു സീരിയലിൽ പോലും കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസത്തെ അവരുടെ ജീവിതം കാണിക്കുമ്പോൾ പല സീരിയലും കാണുന്നത് അമ്മായിമ്മ വന്ന് മരുമകൾ ഭർത്താവിൻ്റെ അടുത്ത് നിന്ന് രാവിലെ അടുക്കളയിൽ വരുമ്പം ബൂസ്റ്റൊക്കെ കലക്കി കയ്യിൽ കൊടുത്തിട്ട് പറയും, ഇനി എൻ്റെ മോൻ്റെ ജീവിതം നീയാണ് ശരിയാക്കേണ്ടത്, അവൻ്റെ എല്ലാ കാര്യവും നീ നോക്കണം. നമ്മൾ ഒരു സീരിയലിലും അല്ലെങ്കിൽ പ്രത്യേകിച്ച് കണ്ടിട്ടില്ല ഈ മകനോട് പറയുന്ന, സ്വന്തം അമ്മ മകനോട് എടാ രാവിലെ എഴുന്നേക്കണം, നീ അവളുടെ കാര്യം നോക്കണം എന്ന് നമ്മളപ്പോൾ കേട്ടിട്ടില്ല. അപ്പോൾ പെൺകുട്ടികൾ അനുഭവിക്കുന്ന ഒരു സാഹചര്യമാണ് വല്ല വീട്ടിലും പോകണം, അല്ലെ വല്ല വീട്ടിലും കയറി ചെല്ലണം. അപ്പോൾ ഈ പെൺകുട്ടികൾ എപ്പോഴും എൻ്റെ വീട് ഏതാണെന്ന് ചോദിക്കുന്ന പെൺകുട്ടികളുണ്ട്. അതായത് സ്വന്തം വീട്ടിൽ ആൺകുട്ടികൾ എല്ലാ സ്വാതന്ത്ര്യത്തോടെ വളരുമ്പോൾ, അല്ലെ അവൻ ആ വീടിൻ്റെ ഉടയനായി മാറുമ്പോൾ, നാഥനായി മാറുമ്പോൾ പെൺകുട്ടികൾക്ക് ആ വീട്ടിൽ സ്പേസ് ഇല്ല, അവൾ വല്ല വീട്ടിലും പോവുകയാണ്. വല്ല വീട്ടിലും അനുഭവിക്കുന്ന പ്രതിസന്ധി ഇതാണ് നമ്മുടെ വിവാഹത്തിൽ പെൺകുട്ടികളുടെ പ്രശ്നം. ഇവിടെ നിന്നാണ് സത്യത്തിൽ ഈ പറയുന്ന സ്ത്രീധന സംബന്ധമായ പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അവക്കെല്ലാം കൊടുത്തു വിടുകയാണ്. ആ കൊടുത്തു വിടുന്നതിലെ കുറവുകളാണ് അവളുടെ മരണത്തിലേക്കും ആത്മഹത്യയിലേക്കും കൊലപാതകത്തിലേക്കും ഒക്കെ പോകുന്നത്. നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ കണ്ട പേരുകളൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ആ പെൺകുട്ടികളൊക്കെ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കേണ്ട കുട്ടികളായിരുന്നു. കേരളത്തിൽ വലിയ ചർച്ച ചെയ്യപ്പെട്ട കല്യാണ സംബന്ധമായി ആത്മഹത്യപ്പെട്ട മിടുക്കികളായ കുട്ടികളുടെ പേരുകൾ പറയുന്നില്ലെങ്കിലും നിങ്ങളുടെ മനസ്സിലേക്ക് ആ മുഖങ്ങൾ വന്നിട്ടുണ്ടാവും. ഞാൻ ആ കേസ് കാണുകയും കേൾക്കുകയും കൊല്ലം കോടതിയുടെ വിചാരണ മനസ്സിലാക്കുകയും ചെയ്തൊരു അഭിഭാഷകൻ കൂടിയാണ്. എനിക്കതിൽ തോന്നിയൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ പല പെൺകുട്ടികളും നമ്മുടെ വീട്ടിൽ ജീവിച്ചിരുന്നേനെ ആ പെൺകുട്ടികൾക്ക് ധൈര്യപൂർവ്വം മോളെ പ്രശ്നമാണെങ്കിൽ, പ്രതിസന്ധിയാണെങ്കിൽ നീ വാ, അച്ഛൻ ഇതിനെ നോക്കാം, അല്ലെങ്കിൽ എൻ്റെ അഭിമാനം അല്ലെ എൻ്റെ വീട്ടുകാരുടെ അല്ലെങ്കിൽ എൻ്റെ സമൂഹത്തിൽ എൻ്റെ സ്ഥാനത്തിൻ്റെ അപ്പുറത്തേക്ക് നീ കടന്നു വാ, നിന്നെ ഞാൻ വളർത്തിയതാണ്, നീ മറ്റൊരാളുടെ കീഴിൽ പീഡനം അനുഭവിക്കേണ്ടവളല്ല എന്ന് പറഞ്ഞ് അവളെ ശക്തിപ്പെടുത്തുന്ന വാക്കുകൾ കൊടുക്കാൻ പലപ്പോഴും മാതാപിതാക്കൾ തയ്യാറല്ലാത്തതുകൊണ്ട്, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഭർത്താവിൻ്റെ വീട് എൻ്റെ വീടല്ല, സ്വന്തം വീടും എൻ്റെ വീടേ അല്ല, ഞാൻ പിന്നെ എങ്ങോട്ട് പോകും എന്ന് ചിന്തിക്കുന്ന അവസ്ഥയിലാണ് ഈ കുട്ടികൾ പലപ്പോഴും ആത്മഹത്യ ചെയ്യുന്നത്. അപ്പോൾ കല്യാണം കഴിക്കുമ്പോൾ അവരോട് പറഞ്ഞു കൊടുക്കേണ്ടത്, നീ പോയി ഭർത്താവിൻ്റെ വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കണമെന്നും അല്ലെ അവിടെ പോയിട്ട് നീ അവനെ അടിച്ച് പുറത്തിറക്കി അവനെ വിളിച്ചുകൊണ്ട് വരണമെന്നൊന്നുമല്ല. അവളോട് പറയേണ്ടത്, നിങ്ങൾ ഒരുമിച്ച് ജീവിക്കണം, അത് ഞങ്ങളുടെ വീട്ടിലും വേണ്ട ആ വീട്ടിലും വേണ്ട, അല്ലെ എവിടെ ആയാലും നിങ്ങൾ ഒരുമിച്ച് ജീവിക്കണം. പ്രശ്നവും പ്രതിസന്ധിയും ഉണ്ടെങ്കിൽ ഒരുമിച്ച് പരിഹരിക്കണം, ഒരുമിച്ച് അതിനെ ഫേസ് ചെയ്യണം. പക്ഷേ നീ പീഡനം അനുഭവിക്കേണ്ട സാഹചര്യം ഉണ്ടായാൽ അത് ഞങ്ങളോട് പറയണം, നിന്നെ ഞങ്ങൾ സംരക്ഷിക്കാൻ മാതാപിതാക്കൾ നിലയിൽ ഉണ്ടാവും. ഞങ്ങൾക്കത് ഏതെങ്കിലും ഞങ്ങളുടെ അഭിമാനത്തിൻ്റെ അല്ലെങ്കിൽ നിന്നെ കെട്ടിച്ചു വിട്ടു ഇത്രയും സ്വർണവും പണവും
കെട്ടിച്ചു വിട്ടിട്ട് ഞങ്ങൾക്ക് നാട്ടുകാരുടെ മുഖത്ത് എങ്ങനെ നോക്കുമെന്ന് പറയുന്ന വർത്തമാനങ്ങൾ നിർത്തിയാൽ തന്നെ ഒരുപാട് പെൺകുട്ടികൾ ജീവിച്ചിരിക്കുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് പറയാനുള്ളത്, നമ്മൾ പലപ്പോഴും വിവാഹ സംബന്ധമായിട്ട് വലിയ വെഡ്ഡിങ് റിസപ്ഷൻ നടത്തും, അല്ലെങ്കിൽ വലിയ ഹാളുകൾ ബുക്ക് ചെയ്യും, ഇവൻറ്റ് മാനേജ്മെൻറ്റ് വരെ ഏൽപ്പിക്കും. ഞാനിപ്പോൾ ഇരിക്കുന്ന എൻ്റെ ഓഫീസിലാണ്. ഈ എപ്പിസോഡ് ഷൂട്ട് ചെയ്യുന്ന തൊട്ട് മുമ്പ് നടന്നൊരു രസകരമായ കാര്യമുണ്ട്. ഒരു പെൺകുട്ടി തൊട്ടടുത്ത ഓഫീസിലെ ഒരു മിടുക്കി വക്കീൽ കുട്ടിയാണ്. അവളെന്നെ വിവാഹം ക്ഷണിക്കാനായിട്ട് വന്നു. ഞാനവിടെ വിവാഹ ക്ഷണം സ്വീകരിച്ചു, അത് കൈപ്പറ്റി. എന്നിട്ട് ഞങ്ങളോട് 3 കാര്യം പറഞ്ഞു. ഒന്ന്, 498 എന്നൊരു വകുപ്പുണ്ട്. അതായത് ഭർത്താവും ഭർത്താവിൻ്റെ വീട്ടുകാരും ഈ പറയുന്ന പോലെ സ്ത്രീധന സംബന്ധമായി നിന്നെ ഉപദ്രവിച്ചാൽ ഓർത്തിരിക്കണം. വക്കീൽ കുട്ടിയാണ്, എന്നാൽ പോലും ഞാനത് പറഞ്ഞു കൊടുത്തു. രണ്ടാമതൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തത് 304B. അത് നമുക്ക് പറഞ്ഞപ്പോൾ സങ്കടം ഉണ്ടായി. അത് ഡൗറി ഡെത്താണ് അതിനെതിരെ. അത് അവൾ ഒരിക്കലും അത്തരം സാഹചര്യത്തിലേക്ക് പോകണ്ട, പക്ഷേ നമ്മൾ അവൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. മൂന്നാമത്തത് 1961 പാസ്സായ ഡൗറി പ്രൊഹിബിഷൻ ആക്ട്, അതായത് സ്ത്രീധന നിരോധന നിയമം. ഇത് 3ഉം കല്യാണം കഴിക്കുന്നവർ മനസ്സിലാക്കിയിരിക്കണം. ഒരുപാട് കേസുകൾ മിസ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട് സ്ത്രീധനത്തിൻ്റെ പേരിൽ, അല്ലെങ്കിൽ പെൺകുട്ടികൾ ഭർത്താക്കന്മാരുടെ വീട്ടുകാരെ ഉപദ്രവിക്കുന്നുണ്ട്, ഒരുപാട് പേർ പീഡനത്തിൽ പോകുന്നുണ്ട്. അപ്പോൾ ഈ നിയമങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങളുടെ മകളും വിഷമിക്കില്ല, നാളെ നിങ്ങളുടെ മകനും വിഷമിക്കില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 961 ഈ നിയമത്തിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത, പെൺകുട്ടികൾക്ക് കൊടുക്കുന്ന സമ്മാനങ്ങൾ, അതായത് പെൺകുട്ടിയുടെ വീട്ടുകാർ കല്യാണ സമയത്ത് കൊടുക്കുന്ന സമ്മാനങ്ങൾ, റിസപ്ഷനൊക്കെ നമ്മുടെ ബന്ധുക്കൾ കൊണ്ടുപോയി പെൺകുട്ടിയുടെ കൊടുക്കുന്ന സ്വർണം, അല്ലെ മറ്റാ സംവിധാനങ്ങൾ, അല്ലെ ഗിഫ്റ്റുകൾ, ഇതൊക്കെ പെൺകുട്ടിയുടെ സ്വത്താണ്. പലപ്പോഴും ആൺകുട്ടികൾ വിചാരിക്കുന്ന മുഴുവൻ പെൺകുട്ടിയെ കിട്ടുന്നു, അവളുടെ വീട്ടിൽ നിന്ന് കിട്ടുന്ന മുഴുവൻ എൻ്റേതാണെന്ന് വിശ്വസിക്കുന്ന ഒരുപാട് ആൺകുട്ടികളുണ്ട്. അങ്ങനെയല്ല എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ മനസ്സിലായിരിക്കണം, അത് വലിയ പണിയാണ്. പണ്ട് എൻ്റെയൊക്കെ വീട്ടിലിങ്ങനെ സംസാരിക്കും, വല്യപ്പച്ചനും വല്യമ്മച്ചൊക്കെ സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട്. കല്യാണം കഴിച്ചു, അവൻ രക്ഷപ്പെട്ടു, ഭയങ്കര വീട്ടിൽ നിന്നൊരു പെൺകുട്ടിയാണ് കിട്ടിയത്. പക്ഷേ അത് സത്യത്തിൽ അത്ര ശരിയുള്ളൊരു ഇടപാടല്ല. കല്യാണം രക്ഷപ്പെടാൻ നമ്മൾ സ്വയം വിചാരിക്കണം, എല്ലാവരെ കെട്ടിയല്ല രക്ഷപ്പെടേണ്ടത്. അപ്പോൾ ഇവിടെ പെൺകുട്ടിക്ക് എടുക്കുന്ന എല്ലാ ഗിഫ്റ്റുകളും, അല്ലെങ്കിൽ കിട്ടുന്ന സ്വർണ്ണമാവട്ടെ, ആഭരണങ്ങളാവട്ടെ, വസ്ത്രമാവട്ടെ, ഇതെല്ലാം അവളുടെ ഗിഫ്റ്റാണ്. ആ ഗിഫ്റ്റ് കിട്ടുന്ന സമയത്ത് ഒരു പേപ്പറിൽ എഴുതി 2 കൂട്ടരും, അതായത് വധുവിൻ്റെയും വരൻ്റെയും ബന്ധുക്കൾ അതിൽ ഒപ്പിടണം എന്ന് നിയമത്തിൽ പറയുന്നുണ്ട്. ഇതിങ്ങനെ ചെയ്താൽ ഗുണം എന്താണെന്ന് അറിയാമോ? അതുകൊണ്ടാണ് തുടക്കത്തിൽ ഞാൻ പറഞ്ഞത്, കല്യാണ സമയത്ത് നിങ്ങൾ പോയി ഭയങ്കര റിസപ്ഷൻ സെറ്റ് ചെയ്യും, അല്ലെങ്കിൽ നിങ്ങൾ ഇവൻറ്റ് മാനേജ്മെൻറ്റുകാരെ വിളിക്കും, അല്ലെങ്കിൽ വലിയ ഹാള് ബുക്ക് ചെയ്യും, അല്ലെ സേവ് ദി ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ വലിയ ഫോട്ടോഗ്രാഫേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യും. അതോടൊപ്പം തന്നെ നിങ്ങൾ ഈ നിയമം കൂടെ മനസ്സിലാക്കിയിട്ട് ഒരു കാര്യം ചെയ്യണം. വിവാഹ സംബന്ധമായി കിട്ടുന്ന എല്ലാ ഗിഫ്റ്റുകളും, എല്ലാ സമ്മാനങ്ങളും എഴുതി തയ്യാറാക്കി അതിൻ്റെ അടിയിൽ വധുവും വരനും ബന്ധുക്കളും ഒപ്പിടണം എന്ന് നിയമത്തിൽ പറയുന്നുണ്ട്. അത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നാളെ ഒരു ദിവസം ഭർത്താവിൻ്റെ വീട്ടുകാർ മുഴുവൻ എൻ്റെ സ്വർണവും പണവും എടുത്തു, അത് 50 പവനല്ല 50 പവൻ കൊടുത്തിട്ട് 150 പവനെന്നും, അല്ലെ മറ്റെന്തെങ്കിലും ഗിഫ്റ്റ് കൊടുത്തിട്ട് ഒരുപാട് ഗിഫ്റ്റുകൾ കൊടുത്തു എന്നും ഒക്കെ പെൺകുട്ടികൾ ആരോപിക്കാറുണ്ട്. ഇതിൽ നിന്ന് ചെറുപ്പക്കാർക്കും അവരുടെ മാതാപിതാക്കൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും. തിരിച്ച് പെൺകുട്ടികൾക്ക് രക്ഷപ്പെടാൻ, നാളെ ഒരു 50 പവൻ കൊടുത്തിട്ട് ഭർത്താവ് പറയുകയാണ് ഞാൻ ഒന്നും എടുത്തിട്ടില്ല, ഇവളുടെ ഒന്നും എൻ്റെ കയ്യിലില്ല എന്ന് പറയുമ്പോൾ, എൻ്റെ കല്യാണ സമയത്ത് ഇത്രയും ഗിഫ്റ്റ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു, ഇത് നിങ്ങളുടെ കസ്റ്റഡിയിലാണെന്ന് പെൺകുട്ടിക്കും പറയാൻ സാധിക്കും. അപ്പോൾ ഇത് ഈ നിയമത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ടാണ് പലപ്പോഴും ഞാൻ പറയുന്നത്, നിങ്ങൾ കല്യാണം കഴിക്കാൻ പോകുമ്പോൾ, അല്ലെങ്കിൽ കല്യാണം ഫിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ബാക്കി എല്ലാ സംവിധാനം ചെയ്യുന്നതിനൊപ്പം ഒരു വക്കീലിനെയോ നിയമം അറിയാവുന്ന ഒരാളെയോ കണ്ടിട്ട് ഒരു എഗ്രിമെൻ്റ് തയ്യാറാക്കണമെന്ന് നിയമത്തിൽ പറയുന്നുണ്ട്. അങ്ങനെ ചെയ്താൽ കേരളത്തിൽ ഒരുപാട് സ്ത്രീധന സംബന്ധമായ ആത്മഹത്യകളും, അല്ലെ അതിൻ്റെ പുറത്തുള്ള കൊലപാതകങ്ങളും കേസുകളും ഒക്കെ കുറഞ്ഞിരിക്കും എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇതാണ് ഞാൻ ഈ നിയമത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന് 498 എന്ന് പറയുന്ന നിയമം തന്നെയാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ആ നിയമം. അതായത് വീട്ടിലെത്തിയതിനു ശേഷം ഭർത്താവോ ഭർത്താവിൻ്റെ വീട്ടുകാരോ സ്ത്രീധന സംബന്ധമായി ഭാര്യയെ അല്ലെങ്കിൽ പെൺകുട്ടിയെ പീഡിപ്പിക്കുകയാണെങ്കിൽ ഭർത്താവിനെതിരെയും ഭർത്താവിൻ്റെ വീട്ടുകാർക്കെതിരെയും ക്രിമിനൽ കേസെടുത്ത് നോൺ ബെയിലബിൾ ഒഫൻസിൽ അവർ ജയിലിൽ പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇതൊരു കാലത്ത് ഭയങ്കരമായിട്ടുണ്ടായിരുന്നുള്ള സത്യമാണ്. പക്ഷേ ഇപ്പോൾ അത് വളരെ മിസ്യൂസ് ചെയ്യപ്പെടുന്നുമുണ്ട്. അപ്പോൾ സുപ്രീം കോടതിയൊക്കെ അതിൽ ഇടപെട്ടിട്ട് വളരെ വ്യക്തമായി പറഞ്ഞു, ഇപ്പോൾ 498 കേസെടുത്താൽ, പ്രത്യേകിച്ച് വർഷങ്ങൾക്ക് ശേഷമുള്ള ഡിലേയുടെ ഭാഗമായിട്ട്, അതായത് വിവാഹം കഴിഞ്ഞു 1 വർഷം പിരിഞ്ഞു നിന്നു, പിന്നെ ഒരു 1-2 വർഷത്തിന് ശേഷം കോടതിയിൽ പോയിട്ട് എന്നെ ഉപദ്രവിച്ചു, അല്ലെങ്കിൽ എൻ്റെ സ്വർണ്ണം മുഴുവൻ എടുത്തു എന്ന് പറഞ്ഞാൽ, പണ്ടായിരുന്നുവെങ്കിൽ നോൺ ബെയിലബിൾ ഒഫൻസിൽ ഇവർ അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിൽ പോകും, ഭർത്താവും പോകും, ഭർത്താവിൻ്റെ വീട്ടുകാരും പോകും. പക്ഷേ ഇന്നത് മാറിയിട്ടുണ്ട്. കാരണം ഇത് മിസ്യൂസ് ചെയ്യപ്പെടുകയാണെന്ന് ഒരു ധാരണ കോടതികൾക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് സുപ്രീം കോടതി വളരെ വ്യക്തമായി വിഷയത്തിൽ എടുത്തിരിക്കുന്ന സ്റ്റാൻഡ്, ഇപ്പോൾ ഇത്തരത്തിൽ 498 ഒഫൻസുകൾ പ്രതിയാക്കപ്പെട്ടാൽ അത് മീഡിയേഷൻ നടത്തണം, കൗൺസിലിംഗ് നടത്തണം. ഇതിലെ സത്യം എന്താണെന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമേ പോലീസുകാർ വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്യാവൂ എന്ന നിർദ്ദേശമുണ്ട്. അതുകൊണ്ട് ഇത് മിസ്യൂസ് ചെയ്യപ്പെടാനുള്ള സാധ്യത ഇപ്പോൾ കുറവാണ്. പിന്നെ അത് മാത്രമല്ല, മറ്റ് നിയമങ്ങൾ, അതായത് വിവാഹ സംബന്ധമായ നിയമങ്ങൾ പറയുന്നതിനൊപ്പം നമ്മൾ മനസ്സിലാക്കുന്ന ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് എന്ന് പറയുന്നൊരു നിയമം കൂടെ പറഞ്ഞു പോകേണ്ടതായിട്ടുണ്ട് വിഷയത്തിൽ.
അതായത് ഞാൻ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ കടന്നു വരുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്, ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഭാര്യയെ സംബന്ധിച്ച് അവൾക്ക് സ്വന്തം വീട്ടിലേക്ക് കടന്നു ചെല്ലാൻ കഴിയില്ല, ഭർത്തൃ വീട്ടിൽ അവൾക്ക് നിൽക്കാനും കഴിയില്ല, പിന്നെ അവൾ എങ്ങോട്ട് പോകും? അവസാനം ഇത് മുഴുവൻ സഹിച്ച് ഭർത്തൃ വീട്ടിൽ പീഡനം അനുഭവിച്ച് ആരാലും ഒന്നും അറിയപ്പെടാതെ ആരോടും ഒന്നും പറയാൻ കഴിയാതെ ഭ്രാന്ത് പിടിച്ച് ജീവിക്കുന്ന ഒരുപാട് സ്ത്രീകൾ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. അപ്പോൾ അതിനെ എങ്ങനെയാണ് നിയമം മൂലം മറികടന്നത് എന്നുകൂടി അറിയേണ്ടതായിട്ടുണ്ട്. അതിനാണ് ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് എന്ന് പറയുന്നൊരു നിയമം 2005 ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കി. അതിൽ ഏറ്റവും മനോഹരമായി ഞാൻ കാണുന്നൊരു വ്യവസ്ഥ ഇത്ര മാത്രമേ ഉള്ളൂ. ഷെയർ ഹൗസ് ഹോൾഡ് എന്ന് പറയുന്നൊരു നിയമം അതിലേക്ക് കൊണ്ടുവന്നു. അതായത് നമ്മൾ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ, ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് അവളെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയാൽ, അത് ഭർത്താവിൻ്റെ പേരുള്ള വീടാവട്ടെ അല്ലെ മാതാപിതാക്കളുടെ വീടാവട്ടെ, ഇനി ഭർത്താവും വീട്ടുകാരും താമസിക്കുന്ന ഒരു വാടക വീടാവട്ടെ, അത് അവളുടെ ഷെയർ ഹൗസ് ഹോൾഡാണ്. അതായത് അവൾ കല്യാണം കഴിച്ചു വന്ന വീടാണ്. ആ കല്യാണം കഴിച്ചു വന്ന വീട്ടിൽ നിന്ന് അവളെ എവിക്റ്റ് ചെയ്യാൻ, അല്ലെ പുറന്തള്ളാൻ, അല്ലെങ്കിൽ നീ പോയി എവിടെയെങ്കിലും ജീവിച്ചോ എന്ന് പറഞ്ഞാൽ അവളെ തള്ളിക്കളയാൻ അവൾ കഴിയില്ല. ആ നിയമം ഇന്ത്യയിൽ വലിയ അതിശക്തമായൊരു പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമമാണ്. ഒരുപാട് സ്ത്രീകളും ഒരുപാട് പെൺകുട്ടികളും അതിൻ്റെ സുരക്ഷിതത്വം ഇപ്പോൾ അനുഭവിക്കുന്നുണ്ട്. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവിനോടൊരു പ്രശ്നം പറഞ്ഞാൽ, ഭർത്താവിൻ്റെ പ്രശ്നം ആരോടെങ്കിലും പറഞ്ഞാൽ ഭർത്താവ് നീൻ്റെ വീട്ടിൽ പൊക്കോളാൻ പറയും, അവിടുത്തെ പുറത്താക്കുകയാണ്. സ്വന്തം വീട്ടിൽ കടന്നു ചെല്ലാൻ കഴിയില്ല. കാരണം സ്വന്തം വീടെന്ന് പറയുന്ന ഒരു പക്ഷേ ബ്രദറിന് എഴുതി കൊടുത്തിട്ടുണ്ടാവും, ബ്രദറിൻ്റെ വൈഫ് അവിടെ ഉണ്ടാവും, നാത്തൂൻ പോര് തുടങ്ങും. അപ്പോൾ ഇവളാകെ പ്രതിസന്ധിയിലാവും. അപ്പോൾ പിന്നെ എല്ലാം സഹിച്ച് ഭർത്തൃ വീട്ടിൽ ഒരു അടിമയെ പോലെ അല്ലെങ്കിൽ മൃഗത്തെ പോലെ ജീവിക്കുന്ന പെൺകുട്ടികളൊക്കെ നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അവർക്കത് ശക്തമായി സപ്പോർട്ട് കൊടുക്കുന്ന നിയമമാണ് പ്രൊട്ടക്ഷൻ ഓഫ് വുമൺ ഫ്രം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് എന്ന് പറയുന്ന നിയമം. ആ നിയമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ തൊട്ടുമുമ്പ് പറഞ്ഞത്, ഷെയർ ഹൗസ് ഹോൾഡ് എന്ന് പറയുന്നത്. അതായത് അവൾ പറയുകയാണ്, എന്നെ അങ്ങനെ പുറത്താക്കണമെന്നും പറ്റില്ല, കാരണം നിങ്ങൾ എന്നെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നത് ഈ വീട്ടിലാണ്. അതിപ്പോൾ നിങ്ങളുടെ വീടായിരിക്കാം, നിങ്ങളുടെ അപ്പൻ്റെ വീടായിരിക്കാം, അമ്മേൻ്റെ വീടായിരിക്കാം, ഒരുപക്ഷെ വാടക വീടായിരിക്കാം, പക്ഷേ എന്നെ ഇവിടുന്ന് പുറത്താക്കാൻ, അങ്ങനെ പുറത്താക്കാൻ ശ്രമിച്ചാൽ അവൾക്ക് മജിസ്ട്രേറ്റ് കോടതിയിൽ എത്തി കേസ് കൊടുത്തു കഴിഞ്ഞാൽ കോടതി അവൾക്ക് ഷെയർ ഹൗസ് ഹോൾഡിൻ്റെ ഓർഡർ കൊടുക്കും. ആ ഓർഡർ കൊണ്ട് താമസിക്കുന്ന ഭർത്തൃ വീട്ടിൽ അധികാരത്തോടു കൂടി നിയമത്തിൻ്റെ സംരക്ഷണത്തിൽ താമസിക്കുന്ന ഒരുപാട് പെൺകുട്ടികൾ പല വീടുകളിലുമുണ്ട്. അതിൽ പറയുന്ന മറ്റു വകുപ്പുകൾ കൂടിയുണ്ട്, വളരെ രസകരമാണ്. ഇപ്പം ചില കേസിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, ഇപ്പം എൻ്റെ അമ്മയും അപ്പനും അധ്യാപകരാണ്, അമ്മയ്ക്കും അപ്പനും ഒക്കെ നല്ല ശമ്പളമുണ്ട്. പക്ഷേ കുട്ടിക്കാലം മുതൽ ഞാൻ കണ്ടു വളർന്നിരുന്നൊരു ശീലം പലപ്പോഴും പല വീടുകളിലും ഭാര്യയ്ക്ക് ജോലി ഉണ്ടെങ്കിൽ പോലും അല്ലെങ്കിൽ അമ്മയ്ക്ക് ജോലി ഉണ്ടെങ്കിൽ പോലും അച്ഛൻ പറയുന്നതാണ് അവർ ചെയ്യുന്നത്. ശമ്പളം കിട്ടുന്നത് അമ്മയുടെ കയ്യിൽ അപ്പൻ്റെ കയ്യിൽ കൊടുക്കും, പിന്നെ അപ്പനാണ് ഇതെല്ലാം തീരുമാനിക്കുന്നത്. പക്ഷേ പല വീടുകളിലും അതിനപ്പുറത്തേക്ക് കടന്നു പോയിട്ട് സംഭവിക്കുന്നത്, ഭാര്യ എന്തെങ്കിലും ഒരു ആവശ്യം പറഞ്ഞാൽ, അവളുടെ ഒരു കൊച്ചു ആഗ്രഹം പറഞ്ഞാൽ, അല്ലെങ്കിൽ അവളുടെ ഒരു സാമ്പത്തികമായ ഒരു സാഹചര്യം പറഞ്ഞാൽ ഒരു പൈസ പോലും കൊടുക്കില്ല, ഒരു വരുമാനവും ഇല്ല. സത്യത്തിൽ എത്രയോ അമ്മമാർ, എത്രയോ ഭാര്യമാർ ഒരു ദിവസം ചെയ്യുന്ന ജോലി മറ്റൊരാളെ നമ്മൾ വെച്ച് എടുക്കുകയാണെങ്കിൽ, ജോലി ചെയ്യിപ്പിക്കുകയാണെങ്കിൽ എത്രായിരം രൂപ കൊടുക്കേണ്ടി വരും. അപ്പോൾ കഷ്ടപ്പെട്ടിങ്ങനെ ജോലി ചെയ്യുകയാണ്, ഒരു വരുമാനമില്ല, ഒരു പൈസ പോലും കൊടുക്കില്ല. ഇഷ്ടപ്പെട്ടൊരു സാരി വാങ്ങാൻ കഴിയില്ല, ഇഷ്ടപ്പെട്ടൊരു ഭക്ഷണം വാങ്ങാൻ കഴിയില്ല, ഇഷ്ടപ്പെട്ടൊരു ചെരുപ്പ് വാങ്ങാൻ കഴിയില്ല. എല്ലാം ഭർത്താവിൻ്റെ ഇഷ്ടത്തിൽ ജീവിക്കുന്ന സ്ത്രീകൾ. ഞാനത് നല്ലതാണോ ചീത്തയാണോ അപ്പുറത്തേക്ക്, അതൊരു പ്രതിസന്ധിയായി ജീവിക്കുന്ന സ്ത്രീകളുണ്ട്. എടി ചേട്ടൻ ചോദിച്ചാൽ ഒരു പൈസ തരത്തില്ല എന്ന് പറയുന്ന എത്രയോ ചേച്ചിമാരെ അല്ല അമ്മമാരെയൊക്കെ നമുക്കറിയാം. അവിടെയും ഈ നിയമം പെൺകുട്ടികളെ സഹായിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഭർത്താവ് ഒരു പൈസ പോലും കൊടുക്കുന്നില്ലെങ്കിൽ ഭർത്താവിൻ്റെ കയ്യിൽ നിന്നും മിനിമത്തിലുള്ള പൈസ ഈടാക്കിയെടുക്കാൻ, മോണിറ്ററി റിലീഫ് വാങ്ങിച്ചെടുക്കാനും ഈ നിയമം അവരെ സംരക്ഷിക്കുന്നുണ്ട്. മറ്റൊന്ന് പ്രൊട്ടക്ഷൻ ഓർഡറാണ്. അതായത് കള്ളു കുടിച്ചു വന്ന് നിരന്തരമായി ആക്രമിക്കുക, എല്ലാ ദിവസവും മർദ്ദിക്കുക, ആരോടൊന്നും പറയാൻ കഴിയില്ല, പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി പറയാനുള്ള ധൈര്യമില്ല, വീട്ടുകാരോട് പറഞ്ഞാൽ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ അപ്പനോടോ അമ്മയോടോ പറഞ്ഞാൽ ഇതൊക്കെ എല്ലാ കുടുംബത്തിലും ഉള്ളതാണെന്ന് പറയുന്ന സാഹചര്യം. അങ്ങനെ മർദ്ദനമേറ്റ് ജീവിക്കും. രാത്രി എല്ലാ ദിവസവും മർദ്ദനമായിരിക്കും, രാവിലെ എഴുന്നേറ്റ് ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ജീവിക്കും. എൻ്റെ വീടിൻ്റെ അടുത്തൊരു വീടുണ്ടായിരുന്നു. എല്ലാ ദിവസവും രാത്രി വന്നിട്ട് ഈ ചേട്ടൻ മദ്യപിച്ച് ചേച്ചി എന്നും ഉപദ്രവിക്കും, അടിയാണ്, ഭയങ്കര ചീത്തവിളിയും പ്രശ്നമാണ്. രാവിലെ അവരെഴുന്നേറ്റ് ഒന്നും അറിയാത്തതുപോലെ അയാൾക്ക് ദോശയും ഇഡലിയും ചമ്മന്തി ഉണ്ടാക്കി കൊടുക്കും, അയാൾ ജോലിക്ക് പോകും. ഇവർക്കറിയാം രാത്രിയിൽ അല്ലെങ്കിൽ ഉച്ച കഴിയുന്നതോടുകൂടി അല്ലെങ്കിൽ ഒരു 3 മണി 4 മണി ആകുന്നതോടുകൂടി അന്നത്തെ രാത്രിയിലുള്ള മർദ്ദനം സ്വീകരിക്കാൻ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും തയ്യാറെടുക്കുന്ന സ്ത്രീകളെ എനിക്കറിയാം. അതായത് ഇന്ന് രാത്രി വരുമ്പോഴും അയാൾ കുടിച്ചിട്ട് അടിക്കും, പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും, 2 മക്കളെ ഞാൻ പ്രസവിച്ചു പോയില്ലേ, അല്ല അയാൾ ജോലി ചെയ്ത് എനിക്ക് പൈസ തരുന്നില്ലേ, ഇതൊക്കെ ചെയ്യുന്നില്ല, അതുകൊണ്ട് ഞാൻ അത് കൊണ്ടേക്കാം എന്ന് പറഞ്ഞ് ജീവിതം ഹോമിക്കപ്പെട്ട സ്ത്രീകൾ ഒക്കെ എനിക്കറിയാം. എൻ്റെ വീടിൻ്റെ അടുത്തൊക്കെ അങ്ങനെ സ്ത്രീകൾ താമസിച്ചിട്ടുണ്ട്. അവർക്ക് ഈ നിയമത്തിൽ അവർക്കൊരു പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. നിയമം വളരെ സിമ്പിളാണ്. അവർക്ക് കോടതിയിൽ പോയിട്ട് ഇത്രയും പറഞ്ഞാൽ മതി, എന്നെ ഭർത്താവ് എല്ലാ ദിവസവും ഉപദ്രവിക്കുന്ന കോടതി എനിക്കൊരു പ്രൊട്ടക്ഷൻ ഓർഡർ തരണം എന്ന് പറഞ്ഞാൽ ഈ നിയമത്തിൽ പ്രൊട്ടക്ഷൻ ഓർഡറും കൊടുക്കുന്നുണ്ട്. ഈ പ്രധാനപ്പെട്ട നിയമങ്ങൾ ഒരുപക്ഷെ ഇന്ത്യയിൽ സ്ത്രീകളെ, പ്രത്യേകിച്ച് കല്യാണം കഴിച്ച് താമസിക്കുന്ന പീഡനമേൽക്കുന്ന സ്ത്രീകളെ സംരക്ഷിക്കുന്ന നിയമമാണ്. ഇത് ഭർത്താവിൻ്റെ വീട്ടിൽ തന്നെ താമസിച്ചുകൊണ്ട് ചെയ്യാനും പറ്റും. മറ്റൊരു പ്രധാനപ്പെട്ട ഇത് പറഞ്ഞു പോകുമ്പോൾ ഈ നിയമത്തിൻ്റെയൊക്കെ പരിധിയിൽ നിന്നുകൊണ്ട്
ഒരുപാട് ജീവിതം ഹോമിക്കപ്പെട്ട അല്ലെങ്കിൽ ജീവിതം തകർക്കപ്പെട്ട പുരുഷന്മാരെയും പറയാതിരിക്കാൻ കഴിയില്ല. എത്രയോ കള്ളക്കേസുകൾ, എന്തെങ്കിലുമൊക്കെ നിസ്സാരമായ പിണക്കത്തിൻ്റെ പുറത്ത്. പലപ്പോഴും ഞാൻ പറയാറുണ്ട്, നമ്മളൊരാളെ കൊന്നാൽ കൊല്ലപ്പെട്ടവൻ്റെ ബന്ധുക്കൾ നമ്മളോട് ക്ഷമിക്കാറുണ്ട്. പലപ്പോഴും ഞാൻ ക്രിമിനൽ കേസൊക്കെ ചെയ്യുന്ന സമയത്ത് കണ്ടിട്ടുള്ളത്, മരണപ്പെട്ടവൻ്റെ ബന്ധുക്കൾ കോടതി വന്ന് പ്രതിക്ക് അനുകൂലമായിട്ട് സംസാരിക്കും. കാരണം അവരതിനോട് ക്ഷമിക്കും. നമ്മൾ കണ്ടതാണ്, ഇപ്പം ഗ്രഹാം സ്റ്റെയിൻ എന്ന് പറയുന്ന മനുഷ്യൻ കൊല്ലപ്പെട്ടു, അദ്ദേഹത്തിൻ്റെ മക്കളും കൊല്ലപ്പെട്ടു. വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ ഭാര്യ പ്രതിയോട് ക്ഷമിക്കുകയാണ്. അപ്പം അങ്ങനെ ക്ഷമിക്കുന്ന സ്ത്രീകൾ നമ്മുടെ നാട്ടിലുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ക്ഷമിക്കുന്ന മനുഷ്യർ നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷേ ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളത്, ഈ ഭർത്താവുമായിട്ട് തെറ്റിയാൽ അല്ലെങ്കിൽ ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ശത്രുക്കളായാൽ പിന്നെ എൻ്റെ അടുത്തൊക്കെ വന്ന് പറയും, സാറേ പിന്നെ അവനെ കൊന്നാൽ പോലും എനിക്ക് പ്രശ്നമില്ല എന്ന് പറയുന്നത്. അത്രമാത്രം പകയോടുകൂടി വിവാഹബന്ധത്തിന് പുറത്തിറങ്ങുന്ന മനുഷ്യരുണ്ട്. അപ്പോൾ അവർ ആ പക ഒരിക്കലും തീരത്തില്ല. ആ പക എന്ന് പറയുന്നത് അവർക്ക് അത്രമാത്രം പീഡനത്തിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ ഈ വിവാഹബന്ധത്തിലെ കേസുകളും പ്രശ്നങ്ങളും ഒക്കെ അങ്ങനെയാണ്. അപ്പോൾ ഇത് നമ്മുടെ നാട്ടിൽ ഇത് കൂടി വരികയും അനാവശ്യമായി അല്ലെങ്കിൽ നിസ്സാരമായ കാരണത്തിന് അല്ലെങ്കിൽ ഒരു ചെറിയ സൗന്ദര്യ പിണക്കത്തിന്. പണ്ടൊരു ഫാമിലി കേസ് എൻ്റെ അടുത്ത് വന്നതാണ്. അതിങ്ങനെയാണ്, വളരെ രസകരമായ കാര്യമാണ്. ഇപ്പം പണ്ട് മീൻ പൊരിച്ചത് കൊടുക്കാത്തതിൻ്റെ വിവാദമല്ല, അതിനപ്പുറത്തേക്ക് ഇത്രയേ ഉള്ളൂ. ആ പെൺകുട്ടി വിദ്യാസമ്പന്നയാണ്, കുറച്ചും കൂടെ ഭർത്താവിനേക്കാളും കൂടുതൽ പഠിച്ചിട്ടുണ്ട്. അപ്പം ഭർത്താവിന് അത്രയും പഠനമില്ല. വിവാഹമോചനത്തിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, മറ്റുള്ളവർ മുമ്പ് ചോദിച്ചാൽ അയാൾ ഭർത്താവ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അവളെ എടി എന്ന് വിളിക്കും. എന്നെ എടി എന്ന് വിളിക്കാൻ കഴിയില്ല. അപ്പം സംസാരിച്ച് വന്നപ്പം നമ്മൾ ആദ്യം വിചാരിച്ചു അത് സ്നേഹബന്ധത്തിൻ്റെ പുറത്ത് എന്നെ ചേട്ടൻ മോളെ എന്ന് വിളിക്കണം, അല്ലെങ്കിൽ എന്നെ ചേട്ടൻ പൊന്നേന്ന് വിളിക്കണം എന്നതുകൊണ്ടായിരിക്കും. അവൾ വളരെ സ്ട്രേറ്റായിട്ട് പറഞ്ഞു, സാറേ എനിക്ക് അയാളെക്കാളും വിദ്യാഭ്യാസമുണ്ട്, എന്നെ എടി എന്ന് വിളിക്കാൻ കഴിയില്ല. അതൊരു ഈഗോയുടെ പ്രശ്നമാണ്. ആ ഈഗോയുടെ പുറത്ത് കേസ് കൊടുക്കുകയും ആ ചെറുപ്പക്കാരൻ്റെ ജീവൻ നശിപ്പിക്കുകയും ഗൾഫിൽ നിന്ന് ജോലി കളഞ്ഞ് നാട്ടിൽ വന്ന് നിരന്തരമായി കോടതിയിൽ കേസ് നടത്തുകയും പിന്നെ ഒന്നും ചെയ്യാൻ കഴിയാത്ത രീതിയിൽ ജീവിതത്തെ കെട്ടപ്പെടുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. മാത്രമല്ല, ഈ കേസൊക്കെ പെൺകുട്ടികളെ സംബന്ധിച്ച് അവരനുഭവിക്കുന്ന ഒരു സൗകര്യം ഈ വിഷയത്തിൽ, പലപ്പോഴും അവർ ഈ കേസിനിറങ്ങിക്കഴിഞ്ഞാൽ കോടതികളും അല്ലെങ്കിൽ നിയമവ്യവസ്ഥയൊക്കെ അവർക്ക് സപ്പോർട്ട് ചെയ്യുന്ന, അല്ലെ അവർക്ക് കൂടുതൽ സപ്പോർട്ട് കൊടുക്കുന്ന നിയമവ്യവസ്ഥകളാണ് നമ്മുടെ നാട്ടിലുള്ളത്. പുരുഷൻ എല്ലാ വിധത്തിലുമുള്ള പീഡനങ്ങൾ, എല്ലാ വിധത്തിലും അവരെ ബന്ധിക്കാൻ കഴിയുന്ന നിയമ സംവിധാനമുണ്ട്. ഇത് മാക്സിമം മിസ്യൂസ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ മിസ്യൂസ് ചെയ്ത് നശിപ്പിക്കുന്ന സാഹചര്യമുണ്ട്. മറ്റൊരു പ്രധാന കാര്യം, ഈ ഭർത്താവിൻ്റെ വീട്ടുകാർ ഒരുപക്ഷെ ഇതൊന്നും അറിഞ്ഞിട്ടുള്ള മനുഷ്യരായിരിക്കത്തില്ല. ചിലപ്പം മകൻ പോയി അവന് ഇഷ്ടമുള്ള ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചുകൊണ്ട് വരുന്നതായിരിക്കാം. ഒരു പൈസ പോലും വാങ്ങിച്ചിട്ടുണ്ടാകത്തില്ല, അല്ലെങ്കിൽ ഭർത്തൃ വീട്ടുകാർ ഇതൊന്നും അറിഞ്ഞിട്ട് പോലും ഉണ്ടാകത്തില്ല. പക്ഷേ കേസ് വരുമ്പോൾ അപ്പനെയും, പ്രായമുള്ള അപ്പനെയും അമ്മയും ഒക്കെ ഇതിൽ ഉൾപ്പെടുത്തി ഒരുപാട് ഫാമിലി കേസൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കാണാം, മാതാപിതാക്കൾ പ്രായമുള്ള മനുഷ്യർ പോലും കോടതി വന്നിട്ട് നമ്മളോട് പറയും, വക്കീലെ ഞാനിതൊന്നും അറിഞ്ഞതുപോലുമില്ല, അവൻ ഇഷ്ടത്തിനൊരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു, അവൾ വന്നിട്ട് ഞങ്ങൾ അവളുടെ സ്വത്ത് തട്ടിയെടുക്കാൻ ശ്രമിച്ചു, അവളെ പീഡിപ്പിച്ചു എന്നൊക്കെ പറയുന്ന മനുഷ്യരുണ്ട്. അപ്പോൾ ഇത് എങ്ങനെ ബാലൻസ് ചെയ്യാൻ പറ്റും? അതെങ്കിൽ ഇത് മകനും പ്രശ്നം ഉണ്ടാവരുത്, മകൾക്കും പ്രശ്നം ഉണ്ടാവരുത്, എങ്ങനെ ബാലൻസ് ചെയ്യാൻ പറ്റും എന്നുള്ളതിൽ ഏറ്റവും മനോഹരമായ കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ സ്ത്രീധന നിരോധന നിയമത്തിൻ്റെ 961 നിയമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിങ്ങൾക്കുള്ളത് നിങ്ങൾ ലിസ്റ്റ് ചെയ്യുക, ഇത്രയും സാധനമുണ്ട്, മകൻ അത് ലിസ്റ്റ് ചെയ്ത് വാങ്ങുക. പിന്നീട് തർക്കം ഉണ്ടാവും, പറയാം നിൻ്റെ ഇത്രയും ഞാൻ വാങ്ങിച്ചിട്ടുള്ളൂ. നമ്മളൊരു ബിസിനസ് ചെയ്യുമ്പോൾ പോലും അങ്ങനല്ലേ, രണ്ടുപേർ തമ്മിലൊരു ബിസിനസ് ചെയ്യുമ്പോൾ, ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുമ്പോൾ രണ്ടുപേർക്കുമുള്ള അസറ്റ് എന്താണെന്ന് എഴുതി സൂക്ഷിക്കും. പിന്നീട് അവർ തമ്മിൽ തെറ്റുമ്പോൾ, അവരുടെ റിലേഷൻഷിപ്പ് നാശമാകുമ്പോൾ, അല്ല ബിസിനസ് പൊളിയുമ്പോൾ, നിൻ്റെ ഞാൻ ഇത്രയും എന്ന് പറയാൻ സാധിക്കും. പക്ഷെ പലപ്പോഴും വിവാഹത്തിൽ അത് ചെയ്യത്തില്ല. അത് ചെയ്യണമെന്നാണ് ഞാൻ ഈ എപ്പിസോഡ് നിങ്ങളോട് സംസാരിച്ചത്. അപ്പോൾ ഇത്തരത്തിൽ നല്ല കുടുംബ ബന്ധങ്ങളുണ്ടാവട്ടെ, മക്കൾ നല്ല കുടുംബ ബന്ധങ്ങൾ കണ്ട് സന്തോഷമായി ജീവിക്കട്ടെ. അതിലൊരു കാര്യം എനിക്ക് പറയാനുള്ള കാര്യം, ഈ ഇടയ്ക്കാണ് വളരെ മനോഹരമായൊരു വാർത്ത ഞാൻ കണ്ടത്. ക്രിസ്ത്യാനോ റൊണാൾഡോ വിവാഹം കഴിക്കാൻ പോകുന്നു. ആ വാർത്ത നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ക്രിസ്ത്യാനോ റൊണാൾഡോ 15 വർഷമായിട്ട് അദ്ദേഹത്തിൻ്റെ പാർട്ട്ണർ ഇവിടെ ജീവിക്കുകയാണ്. 3 മക്കളുണ്ട്. അവർ വിവാഹിതരാകാൻ പോകുന്നു. കഴിഞ്ഞ ഇത്രയും വർഷം മറ്റൊരു ഗോസിപ്പുകളും കേൾപ്പിക്കാതെ ഭാര്യയെ സ്നേഹിച്ച്, കുട്ടികളെ സ്നേഹിച്ചൊരു മനുഷ്യൻ വിവാഹം കഴിക്കാൻ പോകുന്നു. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പരസ്പരം അറിഞ്ഞ്, ബഹുമാനിച്ച്, പാർട്ട്ണറെ ബഹുമാനിച്ച്. ഒരു ബഹുമാനത്തിൻ്റെ ഇടം കൂടിയാണ്, ഒരു ഉടമ സമ്പ്രദായമല്ല. പ്രത്യേകിച്ച് പലപ്പോഴും വിവാഹത്തിൽ കാണുന്ന ഒരു കാര്യം, ഇതൊരു ഭർത്തൃ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന ഒരു പെണ്ണ് പിന്നെ ഭർത്താവിൻ്റെ മുഴുവൻ അടിമപ്പണിയും ചെയ്യാനുള്ള സാഹചര്യം ആണെന്ന് പറയുന്നൊരു സാഹചര്യമുണ്ട്. ഞാൻ ഒരു കുഞ്ഞു കാര്യത്തോടെ പറയും. കഴിഞ്ഞ ദിവസം ഞാനൊരു വിവാഹത്തിന് പോയി. ഒരു പെൺകുട്ടിയാണ്, 23 വയസ്സുള്ളൊരു കുട്ടി, എൻ്റെ ഫാമിലി ഫ്രണ്ടാണ്. വിവാഹത്തിന് പോയി 4 ദിവസം കഴിഞ്ഞപ്പം ആ കുട്ടിയുടെ അമ്മ എന്നോട് പറഞ്ഞൊരു വർത്തമാനം, രസകരമായ വർത്തമാനം. ഇവൾ വീട്ടിൽ ചെന്ന് കയറിയ പിറ്റേ ദിവസം അവളുടെ ഭർത്താവിൻ്റെ അമ്മ അവളോട് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ഇങ്ങനെയാണ്, മോളെ, അവൻ, ഈ ഭർത്താവ്, അതായത് മകൻ, അവൻ്റെ അണ്ടർ ഗാർമെൻറ്റ്സ് ഒന്നും കഴുകത്തില്ല, അതൊക്കെ ഞാനാ കഴുകിക്കൊണ്ട് കൊടുക്കും, ഇനി മോൾ അത് കഴുകണമെന്ന് പറഞ്ഞപ്പോൾ ഇവൾ പറഞ്ഞു, അത് കഴുകാൻ വേണ്ടിയല്ല അമ്മേ ഞാൻ ഇങ്ങോട്ട് വന്നത്, അവനെക്കൊണ്ട് തന്നെ ഞാൻ കഴിപ്പിക്കുമെന്ന് പറഞ്ഞു.
അപ്പോൾ പെൺകുട്ടികൾ അങ്ങനെ ആയി മാറി. അവർ ഈ പറയുന്ന ഒരു അടിമ സമ്പ്രദായത്തിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടികളല്ല. അതിൻ്റെ കാരണം നമ്മൾ പെൺകുട്ടികളെ വളർത്തുന്നതും അങ്ങനെയല്ല. അതാണ് എൻ്റെ പ്രശ്നം. ഇപ്പം നിങ്ങളുടെ മകൻ കല്യാണം കഴിക്കുന്ന ഒരു പെൺകുട്ടി അങ്ങനെ ആകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ മകളെ വളർത്തുന്നത് നേരെ തിരിച്ചാണ്. ഈ മകളാണ് മറ്റൊരു മകൻ്റെ ലൈഫിലേക്ക് പോകുന്നതെന്നൊരു ചിന്ത നമുക്കുണ്ടാവണം. നമ്മളുടെ മകൾക്ക് നമ്മൾ കൊടുക്കുന്ന സ്വാതന്ത്ര്യം, അവൾക്ക് നമ്മൾ കൊടുക്കുന്ന ക്രെഡിബിൾ ഫീൽ, അല്ലെ അവൾക്ക് കൊടുക്കുന്ന അന്തസ്, അല്ലെ അവൾക്ക് കൊടുക്കുന്ന എല്ലാവിധ ആർജവവും സൗകര്യവും സ്വാതന്ത്ര്യവും മറ്റൊരു വീട്ടിലും വളരുന്ന മകൾക്കുണ്ടെന്നും ആ മകൾ നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ നമ്മുടെ മകളെപ്പോലെയാണ് അവൾ വന്നതെന്നും ചിന്തിച്ചാൽ ഒരു പരിധി വരെ പെൺകുട്ടികൾ ഭർത്തൃ വീട്ടിൽ ആത്മഹത്യ ചെയ്യത്തില്ല. മറ്റൊന്നെന്ന് പറയുന്നത് ആൺകുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, ആൺകുട്ടികളെ വളർത്തുമ്പോൾ അല്ലെങ്കിൽ സ്വന്തമായി ഭക്ഷണം, ഇപ്പോൾ ഞാൻ LLBക്ക് പഠിച്ചിട്ട് തൃശ്ശൂരാണ് പഠിച്ചത്. അപ്പം എനിക്ക് എൻ്റെ വീട്ടിൽ അമ്മയും അപ്പനും ഒന്നും ഇല്ലെങ്കിൽ ചോറ് വെക്കാനും ഭക്ഷണം കഴിക്കാനൊക്കെ എന്നെ പഠിപ്പിച്ചൊന്നുമല്ല, ഞാൻ സാഹചര്യത്തിൽ പഠിച്ചു പോയതാണ്. അത് ചെയ്യുന്നതുകൊണ്ട് പ്രത്യേകിച്ച് അപമാന പ്രശ്നമോ അല്ലെ ഭക്ഷണം കഴിക്കുന്ന പ്ലേറ്റ് ഒന്ന് കഴുകിക്കൊണ്ട് വെച്ചു, അല്ലെ ഭാര്യ വയ്യാണ്ട് കിടക്കുമ്പോൾ അവളുടെ വസ്ത്രം ഒന്ന് കഴുകിയിട്ടു, അല്ലെ അവളുടെ അണ്ടർ ഗാർമെൻറ്റ്സ് എടുത്ത് കഴുകിയിട്ടു എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് ഒരു പ്രശ്നവും ഒന്നും ഇടിഞ്ഞു പോകാൻ പോകുന്നില്ല. പരസ്പരം ബഹുമാനിച്ചും സ്നേഹിച്ചും അല്ലെങ്കിൽ വിശ്വസിച്ചും സുഹൃത്തുക്കളായി ജീവിക്കാൻ സാധിച്ചാൽ വിവാഹ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാവത്തില്ല എന്ന് മനസ്സിലാക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. അപ്പോൾ കാണുന്നതും കേൾക്കുന്നതുമായ ഇത്തരം വിഷയങ്ങൾ നമുക്ക് ഇനിയും സംസാരിക്കാം. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും സംസാരിക്കാം. താങ്ക് യു സോ മച്ച്.